ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് ബൺ ആട്ടോ. മിൽക്ക് ബൺ നമ്മൾ ചെയ്യുന്നത് മിക്സിയുടെ ജാറിൽ ആണ് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കുന്നില്ല. നല്ല സോഫ്റ്റ് ബണ്ണാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിക്കണം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂണ് ഈസ്റ്റ്, ഒരു മുട്ടയും കൂടെ പൊടിച്ചു വയ്ക്കണം. നമ്മളിത് കുഴച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് മുട്ടയൊക്കെ നല്ലതുപോലെ ഇതിൽ ചേർന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരട്ടെ, നമുക്കതിനെ മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞില്ലേ മിക്സിയുടെ ജാറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ പ്രീതി സോഡിയാക്കിന്റെ ഈ ജാറാട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ, കാണുന്നുണ്ടോ? ഇങ്ങനൊരു സാധനം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ജാറിലേക്ക് 3 കപ്പ് മൈദ കേട്ടോ, 3 കപ്പ് മൈദ. ഞാൻ 250 ml 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ജാറിലേക്ക് ഇങ്ങനെ വെക്കാം. ലിഡ് ഇട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ഈസ്റ്റിന്റെയും ഇതിന്റെ മിക്സ്, എഗ്ഗ് ഒക്കെ കൂടെയുള്ള മിക്സ്, ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറും കൂടെ ഒഴിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 1/4 കപ്പ് ഒഴിച്ച് ഇനിയും നന്നായി അടിച്ചെടുക്കാം. നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഈ ഒരു ടെക്സ്ചറിൽ വരുമ്പോൾ നല്ലതുപോലെ നമ്മുടെ ബണ്ണ് നല്ലതുപോലെ കിട്ടും കേട്ടോ. നല്ലതുപോലെ ആയിട്ടുണ്ട്, നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. വേറെ ജാറിലിട്ട് അടിക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇതിലാണ് ട്രൈ ചെയ്തിട്ടുള്ളൂ. നമുക്കത് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റാനായിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പൊങ്ങി വരുമ്പോൾ അത് ആ ബൗളിലേക്ക് ഇരിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടില്ലേ ആ ഡോ, അത് ഇതിലേക്ക് ആക്കി കൊടുക്കാം. വളരെ ഈസി ആട്ടോ അത് ചെയ്യാൻ, പെട്ടെന്ന് കഴിയും. കൈ കഴിക്കില്ല എന്നുള്ളതാണ് സത്യം. അതിന് മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇത് പൊങ്ങി വരട്ടെ, നമുക്ക് അതുവരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം 2 മണിക്കൂർ. നമ്മൾ കുഴച്ച് വെച്ച മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങി വരുമ്പോൾ നമുക്കതിനെ ഒന്ന് എയർ കളയാം. എയർ കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ബോൾ പോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് കേക്കിനൊക്കെ ഇതാക്കുന്നുണ്ടല്ലോ സ്ക്രേപ്പർ പോലത്തെ, അത് വെച്ച് നമുക്ക് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം സെന്റർ കട്ട് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 8 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇനി ബോള് പോലെ ആക്കി എടുക്കണം. ഇതുപോലെ ആക്കി മാറ്റി വെക്കാം. നമ്മളെല്ലാം അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മോൾഡിലേക്ക്, കേക്ക് ബേക്ക് ചെയ്യുന്ന മോൾഡ് മതി കേട്ടോ, ആ മോൾഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് വെക്കണേ, അപ്പോഴാണ് ഇത് പൊങ്ങി വരുമ്പോൾ
ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, എന്നിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു തുണിയിട്ട് കവർ ചെയ്ത് വെച്ചാൽ മതി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ തുറന്ന് നോക്കാം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. പാല് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് പാലെടുത്തിട്ട് ഇതിന്റെ മേലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ബ്രൗൺ കളറായിട്ട് വരും. ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓവനിലേക്ക് മാറ്റാം. ഞാനിവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് താഴെയും മേലെയും ഇതുണ്ടല്ലോ, മോഡുണ്ടല്ലോ, ചൂട് കിട്ടുന്നത് പോലെ അങ്ങനെ ആക്കിയിട്ട് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്യണേ. 15 മിനിറ്റ് ഹൈയിൽ തന്നെ വെച്ച് ബേക്ക് ചെയ്യണം, എന്നാലേ ബണ്ണ് നല്ലതായിട്ട് വരുള്ളൂ. 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബണ്ണൊക്കെ നല്ല ബേക്കായി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റി നോക്കാം. നന്നായി വന്നിട്ടുണ്ട്. ഇതിന്റെ മേലെ കുറച്ച് ബട്ടർ തടവി കൊടുക്കാം കേട്ടോ. ബട്ടർ തടവി കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ ഇതിട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോഴാണ് സോഫ്റ്റ് ആവുള്ളൂ. മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്ക് ആ മോൾഡിൽ നിന്ന് മാറ്റാം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കാം. ഇത് മോൾഡിൽ നിന്ന് മാറ്റി നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇത്ര സോഫ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് അല്ലേ? നമുക്ക് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി. മിക്സിയിലല്ലേ നമ്മൾ ചെയ്ത്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബണ്ണാണേ.